നമ്മൾ കുറച്ചുകൂടി സോഫ്റ്റായിട്ട് വേണം തുടങ്ങാനെന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം എക്കാലത്തും നമ്മൾ ഇങ്ങനെ മിണ്ടാതെ ഇരിക്കും എന്നുള്ളത് അതിന് അർത്ഥം വരുന്നില്ല. മരണനിരക്ക് സത്യത്തിൽ സർക്കാരുണ്ടാക്കുന്ന ഒരു മരണനിരക്കായിരുന്നു. അത് യാഥാർത്ഥ്യവുമായി യാതൊരു പുലബന്ധവും ഇല്ലാത്തതാണ്. സഹകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളായതുകൊണ്ടാണ് അന്ന് അത്ര ശക്തമായി എതിർക്കേണ്ടി വന്നത്. അപ്പം ലൈഫ് പദ്ധതിയിലൂടെ അവർ ചെയ്തിട്ടുള്ള അതിക്രമങ്ങൾ, അതേപോലെ തന്നെ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ. എന്നാൽ പിണറായി വിജയന് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് പ്രയാസകരമായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് അവരുടെ കണക്കും അവസാനത്തെ കണക്കും ഇതിൽ പറഞ്ഞിട്ടുള്ള കണക്കും തമ്മിൽ ഒത്തുചേരുന്നില്ല. കേരളത്തിലെ രാഷ്ട്രീയ നഭോമണ്ഡലത്തിലെ എക്കാലത്തെയും അധികായന്മാരിൽ ഒരാളായിരുന്ന ശ്രീ CH മുഹമ്മദ് കോയയുടെ മകൻ 6 തവണ MLA, 1 തവണ പരാജയം, 2 തവണ മന്ത്രി ഡോക്ടർ MK മുനീർ അദ്ദേഹമാണിന്ന് നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിനെ ഒരു മുസ്ലിം ലീഗ് നേതാവ് എന്ന് ഞാൻ വിളിക്കുന്നില്ല. കാരണം മുസ്ലിം ലീഗ് നേതാവ് എന്ന് വിളിക്കുന്നത് ചെറിയ കാര്യമാണ് എന്നുള്ളത് കൊണ്ടല്ല. പക്ഷേ അതിനൊക്കെ അപ്പുറത്താണ് ഡോക്ടർ MK മുനീറിന് കേരളത്തിലുള്ള സ്ഥാനം. അദ്ദേഹം കേവലം ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമല്ല, അതിനപ്പുറത്ത് എന്തൊക്കെയോ ആണ്. സാഹിത്യരംഗത്ത് ഒരുപാട് രംഗങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. വളരെ സൗമ്യനായ ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹത്തോട് ഇന്ന് മലയാളി വാർത്ത സംസാരിക്കുമ്പോൾ അദ്ദേഹം ഭാഗഭാക്കായിട്ടുള്ള UDFും അദ്ദേഹത്തിൻ്റെ പാർട്ടിയായിട്ടുള്ള മുസ്ലിം ലീഗും ഒക്കെ തന്നെ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു സമയമാണ്. ഡോക്ടർ മുനീർ, സ്വാഗതം. സന്തോഷം. ആദ്യമായിട്ട് ചോദിക്കാനുള്ളൊരു ചോദ്യം, ഇപ്പോൾ പുതിയ പ്രതിപക്ഷ നേതാവ് വന്നിരിക്കുന്നു. ക്രിയാത്മക പ്രതിപക്ഷം എന്നൊരു വാചകം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ക്രിയാത്മക പ്രതിപക്ഷം. അപ്പോൾ അത് കേൾക്കുമ്പോൾ എന്തൊക്കെയോ ദുസൂചനകളൊക്കെ അതിനകത്ത് പൊതുജനങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഞാൻ അതിനകത്തേക്ക് പോകുന്നില്ല. എനിക്ക് ചോദിക്കാനുള്ളത് വളരെ കണ്ടൻഷ്യസ് ആയിട്ടുള്ളൊരു വിഷയമാണ്. ആദ്യമായിട്ട് ഇന്നലെ നിയമസഭയിൽ ഈ സാംക്രമിക രോഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടൊരു ഓർഡിനൻസ് ഇന്നലെ ബില്ലാക്കി. ആ ബില്ല് ഞാൻ വായിച്ചു നോക്കുമ്പോഴത്തേക്കും വലിയ അപകടകരമായിട്ടുള്ള ഒരുപാട് വകുപ്പുകൾ, വലിയ തോതിലുള്ള അധികാരങ്ങൾ ഈ സാംക്രമിക രോഗങ്ങൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഭരണകൂടത്തിന് കൊടുക്കുന്ന ഒരു വലിയ ബില്ലാണ് അത് കൊണ്ടുവന്നത്. അപ്പോൾ അതിൽ ഗവൺമെൻറ്റിന് ഏത് രോഗങ്ങളെയും സാംക്രമിക രോഗങ്ങളായി പ്രഖ്യാപിക്കുക. അതിനകത്ത് തന്നെ ചില പ്രശ്നങ്ങളുണ്ട്. കാരണം ഏത് രോഗത്തെയും സാംക്രമിക രോഗമായി പ്രഖ്യാപിക്കാൻ കഴിയില്ലല്ലോ. എന്ന് മാത്രമല്ല, അതുമായി കൊണ്ടുവരുന്ന അധികാരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധാരണമായിട്ടുള്ള അധികാരങ്ങളാണ് ഭരണകൂടത്തിന് കൊടുക്കുന്നത്. അത് ലംഘിച്ചു കഴിഞ്ഞാൽ 2 വർഷത്തെ തടവും 10,000 രൂപ പിഴയുമുണ്ട്. അതിനെ അബറ്റ് ചെയ്യുന്നവർക്കും അത്രയും പിഴകളുണ്ട്. അപ്പോൾ അതുപോലെ ഭരണകൂടത്തിന് വലിയ തോതിൽ അധികാരങ്ങൾ കൊടുക്കുന്ന ഒരു ബില്ല്. ആ ബില്ലിനെ ഞാൻ പ്രത്യേകിച്ച് നോക്കി കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുറ്റവും ചെയ്യാതെ 8 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. അപ്പോൾ അത് ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകർ വളരെ ഭയത്തോടു കൂടി കാണുന്ന ഒരു ബില്ലാണത്. ആ ബില്ല് ഇന്നലെ നിയമസഭയിൽ വന്നപ്പോൾ അത് സബ്ജക്റ്റ് കമ്മിറ്റിക്ക് പോലും വിടാതെ അത് പാസ്സാക്കാൻ പ്രതിപക്ഷം കൂട്ടുനിൽക്കുക ബില്ല് പാസ്സാക്കപ്പെടുകയും ചെയ്തു. ഐക്യകണ്ഠന പാസ്സാക്കപ്പെടും. അപ്പോൾ ഇതാണോ ഈ ക്രിയാത്മക പ്രതിപക്ഷം? സത്യത്തിൽ ഇന്നലെ ആ ബില്ല് പാസ്സാക്കാനുള്ള കാരണങ്ങളിൽ ഒന്ന്, ആ ബില്ലിൻ്റെ അങ്ങ് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇന്നലെ ചർച്ചാ വിഷയമായിട്ടുണ്ട്. പ്രധാനമായും കളക്ടർ എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ്റിൻ്റെ ആയുധമാണല്ലോ. പലപ്പോഴും ആയുധമായി ഉപയോഗിക്കുന്നതാണ് കളക്ടറെ. ആ കളക്ടർക്ക് അമിതാധികാരം നൽകുന്ന ഒരു ബില്ലാണ് അത്. ഇന്നലെ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അംഗങ്ങളും അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഇതിൻ്റെ പേര് തന്നെ സാംക്രമിക രോഗങ്ങളുടെ ബില്ല് എന്നാണ്. രോഗങ്ങൾക്ക് വേണ്ടി ഒരിക്കലും ഒരു ബില്ലുണ്ടാകാറില്ല. പേരിൽ തന്നെ കടുംപിടുത്തമായിരുന്നു. സാംക്രമിക രോഗ നിവാരണത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാനോ ആണല്ലോ ബില്ലുണ്ടാവേണ്ടത്. അപ്പോൾ ബില്ലിൻ്റെ പേര് മുതൽ തന്നെ അതിൽ പ്രശ്നങ്ങളുണ്ട്. മാത്രമല്ല,
നമ്മൾ ചൂണ്ടിക്കാണിച്ചൊരു പ്രശ്നം, ഒരു കേന്ദ്ര ബില്ല് നിലനിൽക്കെ സംസ്ഥാനത്ത് ഇങ്ങനെ അതിന് വിരുദ്ധമായി ഒരു ബില്ല്, കാരണം കേന്ദ്ര ബില്ലിൽ പറയുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ്. ഇപ്പോൾ പെനാൽറ്റി തന്നെ അതിനകത്ത് കേന്ദ്രം പറയുന്നതൊന്ന്, സംസ്ഥാനം പറയുന്നതൊന്ന്. അപ്പം ഇത് നടപ്പിലാക്കുന്ന പോലീസ് ഏത് ബില്ലിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കേസ് രജിസ്റ്റർ ചെയ്യുക? അപ്പോൾ ഇതെല്ലാം നമ്മൾ ചൂണ്ടിക്കാണിച്ചു. പക്ഷേ അവരുടെ മൃഗീയ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് അവരത് പാസ്സാക്കുകയെന്നത് ചെയ്യും. ഇനിയിപ്പോൾ ഇത് സെലക്ട് കമ്മിറ്റിക്ക് പോയി തിരിച്ചു വന്നാലും അവസാനം പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി എന്താഗ്രഹിക്കുന്നുവോ അതിനനുസരിച്ച് ബില്ല് പാസ്സാവുകയുള്ളൂ. അല്ല, പക്ഷേ അത് ഏകകണ്ഠേന നടപ്പാക്കി എന്ന് പറയുമ്പോൾ നിങ്ങൾ പുറത്തേക്ക് കൊടുക്കുന്ന ഒരു സന്ദേശം, ഏകകണ്ഠേന എന്ന് പറയുന്നത് ഇത് ഇന്നത്തെ മാരകമായ ഒരു കോവിഡ് പശ്ചാത്തലത്തിൽ പ്രതിപക്ഷം, ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ളത്, പ്രതിപക്ഷം കോവിഡിനെതിരെ ഉയർത്തിയിട്ടുള്ള പല പ്രശ്നങ്ങളെയും ഈ ജനസമൂഹം തന്നെ വാർത്താമാധ്യമങ്ങളടക്കം ചിത്രീകരിച്ചിട്ടുള്ളത് ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വെക്കുന്നവരാണ് എക്കാലത്തും പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ ആണ്. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് നൽകാനുള്ള സന്ദേശം, ഇത് ശരിയല്ല, ഈ ബില്ല് കറക്റ്റല്ല, ഈ ബില്ല് ചോദ്യം ചെയ്യപ്പെടും. ഇത് പ്രസിഡൻറ്റിൻ്റെ അടുത്തെത്തി കഴിഞ്ഞാൽ പ്രസിഡൻ്റ് ഒരിക്കലും ഇതിന് ഒരു അസൻറ്റ് കൊടുക്കുകയില്ല. അത് നമ്മൾ അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം കോവിഡ് എന്ന് പറയുന്ന മഹാമാരി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആ സാംക്രമിക രോഗങ്ങളെ നേരിടുന്നതിന് വേണ്ടി കൊണ്ടുവരുന്ന ഒരു ആശയത്തെ ഞങ്ങൾ എതിർക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ്. ശരി, അതങ്ങനെ. രണ്ടിപ്പോൾ അങ്ങ് പറഞ്ഞൊരു പോയിൻ്റുണ്ട്. അതായത് ഇപ്പം പിന്നെ സംസ്ഥാന സർക്കാർ കോവിഡുമായി ബന്ധപ്പെട്ടെടുക്കുന്ന പ്രശ്നങ്ങളെല്ലാം പ്രതിപക്ഷം തുരങ്കം വെക്കുകയാണെന്നൊരു ധാരണ പൊതുവിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ ഈ ക്രിയാത്മകതയിലേക്ക് നിങ്ങൾ മാറിയത് എന്ന് പറയുന്നു. പക്ഷെ അങ്ങനെ പറയുമ്പോഴും ഈ ഗവൺമെൻറ് കോവിഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് പിന്നെ ക്രിയാത്മക സമീപനമാണ് പ്രതിപക്ഷത്തോട് എടുത്തിട്ടുള്ളത് എന്നുള്ളൊരു ചോദ്യം നിൽക്കുന്നു. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴൊക്കെ പ്രതിപക്ഷത്തെ ഇകഴ്ത്താമോ അപ്പോഴൊക്കെ ഇകഴ്ത്തുക. ഇപ്പോൾ മരണത്തിൻ്റെ വ്യാപാരികളെന്ന് പറയുക. മരണത്തിൻ്റെ വ്യാപാരികളെന്ന് പറഞ്ഞ സമയത്ത് നിങ്ങളുടെ MLA-മാരും MP-മാരും ഭക്ഷണവും വെള്ളം കൊടുക്കാനാണ് അവിടെ ആളുകൾ എടുത്ത് പോയത്. നിങ്ങൾ സമരം ചെയ്യുമ്പോഴത്തേക്ക് അവിടെ കോവിഡ് ക്ലസ്റ്ററുകൾ ഉണ്ടാവും എന്ന് പറയുക, നിങ്ങളുടെ സമരത്തെ എതിർക്കുക. അപ്പോൾ ആ നിലയിൽ എല്ലാ കാലത്തും കോവിഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ നിങ്ങളെ അകറ്റി നിർത്താൻ ശ്രമിക്കുക, നിങ്ങളെ ഈ അപകീർത്തിപ്പെടുത്തുക, പരിഹസിക്കുക, ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത്. മറുഭാഗത്ത് എനിക്ക് അങ്ങനെ ശ്രദ്ധപ്പെടുത്താനുള്ളൊരു കാര്യം, തമിഴ്നാട്ടിൽ കോവിഡ് നിയന്ത്രണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഒരു സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ആ സമിതിയിൽ 13 അംഗ സമിതിയിൽ പിന്നെ മുഖ്യമന്ത്രി മാത്രമാണ് ഭരണകക്ഷി എന്നുള്ളത്. ബാക്കി 12 പേരും പ്രതിപക്ഷ കക്ഷികളിൽ നിന്നാണുള്ളത്. അപ്പോൾ ആ നിലയിലുള്ള തുറന്ന സമീപനം തമിഴ്നാട് കാണിക്കുന്നു. നിങ്ങളോട് എല്ലാ കാലത്തും കോവിഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ആദ്യമൊക്കെ പിന്നെ വലിയ ഈ പറഞ്ഞ പോലെ ക്രിയാത്മകതയാണ് കാണിച്ചത്. പക്ഷേ അതിനുശേഷം നിങ്ങളെ പരസ്യമായി തള്ളിക്കളയുകയും മോശക്കാരാക്കുകയും ചെയ്യുന്നൊരു സമീപനമാണ് ഗവൺമെൻറ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനെ നിങ്ങൾ എക്സ്പോസ് ചെയ്യുന്നതിന് പകരം നിങ്ങളെക്കുറിച്ച് ഭരണകൂടം പറയുന്ന സമീപനങ്ങൾക്കൊപ്പം നിങ്ങൾ നിന്നുകൊണ്ട് അതിനോട് ഞങ്ങൾ യോജിച്ചുള്ളൂ. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് തന്നെ പ്രസംഗിക്കുന്നത് കാണുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ വിമർശിക്കുകയല്ല, ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം പ്രസംഗിക്കുന്നത് കേട്ടോ. ഇപ്പോൾ വ്യക്തിപരമായി എനിക്ക് അദ്ദേഹത്തോടൊന്നുമില്ല. ഞങ്ങൾ അൺകണ്ടീഷണൽ സപ്പോർട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത് എന്നും പറഞ്ഞിട്ട് അങ്ങ് റീറ്ററേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അൺകണ്ടീഷണൽ സപ്പോർട്ട് കൊടുക്കുകയും ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു നിങ്ങളൊരു വശത്ത്. മറുവശത്ത് ഗവൺമെൻറ് ഈ സ്റ്റീം റോൾ ചെയ്ത് മുന്നോട്ട് പോകുന്നു. ഇപ്പം അങ്ങ് തന്നെ ഡോക്ടറാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ അങ്ങ് പറഞ്ഞപ്പോഴത്തേക്കും ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം സംബന്ധിച്ച് കുഞ്ഞാലിക്കുട്ടി അസ്വസ്ഥനാകുന്നത് ഞാൻ കണ്ടു. അതാണ് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഗവൺമെൻറ് നിങ്ങളോട് ഏറ്റവും മോശമായ രീതിയിൽ പ്രതികരിക്കുമ്പോൾ അതിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്നതിന് പകരം ഗവൺമെൻറ്റിനൊപ്പം ഞങ്ങൾ പോകുമെന്ന് പറഞ്ഞൊരു സർക്കാരി പ്രതിപക്ഷം പോലെയാണ് ഇപ്പോൾ ജനങ്ങൾക്ക് തോന്നുന്നത്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അല്ല, ഇത് ഒരു ഗവൺമെൻറ്റിൻ്റെ തുടക്കത്തിൽ നമ്മൾ ആദ്യം തന്നെ ഒരു ഗവൺമെൻറ്റിനെ
എതിർത്തു. കാരണം അവരൊരു മാൻഡേറ്റ് നേടി വന്ന ഉടൻ തന്നെ ഒരു മാക്സിമം പിന്നെ അവരെ എതിർക്കുക എന്ന് പറയുന്നത് ഒരു ജനാധിപത്യത്തിൽ പിന്നെ നമ്മൾ കുറച്ചുകൂടി സോഫ്റ്റായിട്ട് വേണം തുടങ്ങാനെന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം എക്കാലത്തും നമ്മൾ ഇങ്ങനെ മിണ്ടാതെ ഇരിക്കും എന്നുള്ളത് അതിന് അർത്ഥം വരുന്നില്ല. അപ്പം ഇപ്പം തന്നെ ഞങ്ങൾ നിയമസഭയിൽ ഉന്നയിച്ചിട്ടുള്ള പ്രധാന പ്രശ്നങ്ങളായിരുന്നു ഒന്ന് ഈ മരണനിരക്ക് സത്യത്തിൽ സർക്കാരുണ്ടാക്കുന്ന ഒരു മരണനിരക്കായിരുന്നു. അത് യാഥാർത്ഥ്യവുമായി യാതൊരു പുലബന്ധവും ഇല്ലാത്തതാണ്. മാത്രമല്ല മരണം കോവിഡ് കാരണമാണോ എന്ന് തീരുമാനിക്കുന്നത് പരിശോധിക്കുന്ന മെഡിക്കൽ പ്രാക്ടീഷണറാണ്. അതിന് പകരം അത് ഇവിടെ ആദ്യം ഹെൽത്ത് സെക്രട്ടറിയുടെ കീഴിൽ 2 പേരെ ഇരുത്തി ആദ്യം അവർ സ്ക്രൂട്ടിനി ചെയ്ത് അതിൽ നിന്ന് കുറേ ആളുകൾ പേര് ശരിയെന്ന് പറയുക, കുറേ ആളുകൾ തെറ്റിട്ടിട്ട് അത് പിന്നെ ഇവിടെ അതിൻ്റെ ഡെത്ത് ഓഡിറ്റ് കമ്മിറ്റിക്ക് കൊടുത്ത് ഡെത്ത് ഓഡിറ്റ് കമ്മിറ്റിയാണ് ഇത് പുറത്ത് പ്രഖ്യാപിക്കുന്നത്. ഇത് എവിടെയില്ല. ഇത് WHO പ്രകാരമോ ICMR പ്രകാരമോ ഒന്നും ഒരു ലോകത്തിൻ്റെ എവിടെയും കാണാത്തതാണ്. അത് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചതിൻ്റെ പേരിലാണ് ആരോഗ്യമന്ത്രി ക്ഷുഭിതയായി. പക്ഷെ അവസാനം അവർ തിരുത്തി. അവരിപ്പോൾ തീരുമാനിച്ചു അത് മെഡിക്കൽ പ്രാക്ടീഷൻ. അപ്പോൾ എന്തുകൊണ്ടാണ് അത് ആ സമയത്ത് സമ്മതിച്ചു തരാതിരുന്നത്? പീഡിയാട്രിക്സ് ഇനി 3rd വേവ് വരുന്ന സമയത്ത് പീഡിയാട്രിക് പിന്നെ ICUകൾ സജ്ജമാകണം. കാരണം കുട്ടികളിലേക്ക് ഇത് വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് പറഞ്ഞപ്പോൾ നമ്മളെല്ലാം സജ്ജമാണ്. നിങ്ങൾക്ക് ഓക്സിജൻ വേണോ? നിങ്ങൾക്ക് വെൻറ്റിലേറ്റർ എവിടെയാണ് ഇല്ലാത്തത്? നിങ്ങൾക്ക് ഇഞ്ചക്ഷൻ വേണോ? വാക്സിനേഷൻ വേണോ? അതൊന്നും ശരിയല്ല. ശരിക്കും അവർ പറഞ്ഞ അനുസരിച്ച് ഞാൻ രജിസ്റ്റർ ചെയ്തു. എനിക്ക് 5 ദിവസമായിട്ട് വാക്സിനേഷൻ കിട്ടിയിട്ടില്ല. അതൊരു മുൻ മന്ത്രിയുടെ അവസ്ഥ ഇതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് നിങ്ങൾക്ക് വാക്സിനേഷൻ വേണോ? ഇവിടെ തയ്യാറാണ് എന്ന്. അതനുസരിച്ച് ഞാൻ എഴുതി കൊടുത്തു സെക്രട്ടറിക്ക്. 5 ദിവസമായിട്ട് ഇന്ന് 5ാം ദിവസമായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. ഇതുവരെ കിട്ടിയിട്ടില്ല. കാരണം അവരാണല്ലോ എന്നെ അറിയിക്കേണ്ടത്. അതുപോലെ വെൻറ്റിലേറ്ററുണ്ട് എല്ലാ സ്ഥലത്തും എന്ന് പറഞ്ഞിട്ട് ഇന്നലെ എനിക്ക് എൻ്റെ മണ്ഡലത്തിൽ നിന്ന് ഫോൺ വന്നിട്ടുണ്ട് വെൻറ്റിലേറ്റർ ഇല്ലാത്തതിൻ്റെ പേരിൽ. ഞാൻ പറഞ്ഞു നിങ്ങൾ ഹെൽത്ത് മിനിസ്റ്റർ വിളിച്ച് പറയൂ വെൻറ്റിലേറ്റർ ഇല്ല എന്നുള്ള കാര്യം. കാരണം വെൻറ്റിലേറ്റർ എവിടെയാണ് ഇല്ലാത്തതെന്നാണ് ചോദിച്ചത്. അപ്പം ഇത് ആളുകളെ ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ കേരള മോഡൽ ഹെൽത്ത് എന്ന് പറയുന്നത് സത്യത്തിൽ നമ്മളൊക്കെ ഒരു മലയാളി എന്നുള്ള നിലയ്ക്ക് കേരള മോഡൽ എന്ന് പറയുമ്പോൾ നമുക്ക് അതൊരു ആവേശം തരുന്ന കാര്യമാണ്. അത് ആര് ഭരിച്ചാലും. പക്ഷേ ഇങ്ങനെ പറയുകയും കേരളം അപകീർത്തിപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ്. അപ്പം നമ്മളും 20ാം സ്ഥാനത്ത് നിന്ന് നമ്മളെങ്ങനെ 2ാം സ്ഥാനത്ത് എത്തി അല്ലെങ്കിൽ 3ാം സ്ഥാനത്തെത്തി എന്നുള്ളതൊരു ചോദ്യമല്ലേ. അപ്പോൾ ആകെ നമുക്ക് അവകാശപ്പെടാനുള്ളത് മരണനിരക്ക് കുറഞ്ഞു എന്നാണ്. അത് ഈ രീതിയിൽ കുറയ്ക്കുകയാണ്. ഇപ്പോൾ വിജയദാസ് എന്ന് പറയുന്ന ഒരു MLA, അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിന് കോവിഡ് വന്ന ശേഷം അദ്ദേഹം ഡിസ്ചാർജ് ചെയ്തു. നെഗറ്റീവായി പുറത്തുപോയി. പക്ഷേ പോസ്റ്റ് കോവിഡ് കാരണത്താലാണ് അദ്ദേഹം മരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അദ്ദേഹം കോവിഡ് മരണത്തിൻ്റെ ലിസ്റ്റിലില്ല. അങ്ങനെ ആനുകൂല്യം കിട്ടേണ്ടവർക്ക് കിട്ടാത്ത അവസ്ഥ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ ഞങ്ങൾ മരണത്തിൻ്റെ വ്യാപാരികളായി മാറുകയാണ്. സമരം ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഈ ഒരു നിയമം കൂടി പ്രായോഗികവൽക്കരിക്കാൻ അവർക്ക് സാധിച്ചു കഴിഞ്ഞാൽ അങ്ങ് പറഞ്ഞ പോലെ എന്തെങ്കിലും വ്യക്തി വൈരാഗ്യമുണ്ടെങ്കിൽ അത് തീർക്കാൻ 2 വർഷം ജയിലിലിടുന്നതിന് വേണ്ടി ഇയാൾ ഞങ്ങളുടെ സാംക്രമിക രോഗങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരു ജനവിരുദ്ധനാക്കിയിട്ട് നിങ്ങളെ ജയിലിലിടാൻ പറ്റും. അപ്പം എന്താണ് ഈ ക്രിയാത്മക പ്രതിപക്ഷം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആഡഡായിട്ട് പറയുന്നത്? അത് യഥാർത്ഥത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടാകും? അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ എപ്പോഴും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അല്ല, പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് നമ്മളെപ്പോഴും ക്രിയാത്മകമാണ്.
കഴിഞ്ഞ തവണയും നമ്മൾ ക്രിയാത്മകം തന്നെ. പിന്നെ എന്തിനാണ് ഇങ്ങനെ എപ്പോഴും? അത് ഈ സമൂഹത്തിൻ്റെ മുന്നിൽ പ്രതിപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും എതിർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാറ്റിനെയും പിന്നെ തുരങ്കം വെക്കുന്ന എന്നുള്ള രീതിയിലാണ് കഴിഞ്ഞ തവണ വ്യാഖ്യാനിച്ചു വന്നത്. അപ്പോൾ എല്ലാത്തിനെയും തുരങ്കം വെക്കുകയായിരുന്നോ? അത് അംഗീകരിച്ചുകൊണ്ടാണല്ലോ ക്രിയാത്മകം ഇപ്പോൾ പറയുന്നത്. അല്ല ഞങ്ങൾ എന്നും ക്രിയാത്മകമായിരുന്നു എന്ന് അടിവരയിട്ട് പറയുന്നേ ഉള്ളൂ. പക്ഷെ അത് അന്നത്തെ കാലത്ത് ക്രിയാത്മകമായിരുന്നു എന്നുള്ള വാക്ക് ഇപ്പോൾ വരുന്നില്ല. ഇപ്പോൾ മാത്രമാണ് ക്രിയാത്മകം പറയുന്നത്. അല്ല, അന്നും ക്രിയാത്മകം തന്നെ. കാരണം അന്നും നമുക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലാ കാര്യത്തിലും സഹകരിച്ചിട്ടില്ല. എൻ്റെ ചോദ്യം, അന്ന് ക്രിയാത്മകമായിരുന്നു എന്ന് ഇപ്പോൾ പറയുന്നില്ല, ഇപ്പോൾ ക്രിയാത്മകമായിരുന്നു എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറയുന്നു. അപ്പോഴാണ് ഒരു സംശയം, അന്ന് ക്രിയാത്മകമല്ലായിരുന്നു, അതോ അന്ന് എല്ലാ കാര്യത്തിലും ഇങ്ങനെ എതിർക്കുകയായിരുന്നോ എന്നൊരു തോന്നൽ വരുന്നത്. അല്ല, അത് അങ്ങനെ അർത്ഥത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ കാലങ്ങളിലും പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് രമേശ് ചെന്നിത്തല സമയത്തും ഇതേപോലെ തന്നെ പല കാര്യത്തിലും നമ്മൾ ഐക്യകണ്ഠേനയല്ലേ അന്ന് ബീഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബില്ല് വന്നു, പ്രമേയം വന്നു. നമ്മൾ ഒരുമിച്ച് നിന്ന്. അതെ, കോവിഡിന്റെ കാലത്ത് തന്നെ തുടക്കത്തിൽ ഒരുമിച്ചായിരുന്നു. പ്രളയത്തിന്റെ കാര്യത്തിൽ ഒരു ഹെലികോപ്റ്ററിൽ പോയി. പക്ഷെ പിന്നീട് ഇവർ ചെയ്തിട്ടുള്ളത് മുഴുവൻ സഹകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളായതുകൊണ്ടാണ് അന്ന് അത്ര ശക്തമായി എതിർക്കേണ്ടി വന്നത്. അപ്പം ലൈഫ് പദ്ധതിയിലൂടെ അവർ ചെയ്തിട്ടുള്ള അതിക്രമങ്ങൾ, അതേപോലെ തന്നെ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ, പിന്നെ എല്ലാ സ്പ്രിങ്ക്ലർ മുതൽ മറ്റുള്ള എല്ലാ കേസുകളിലും അവരെടുത്തിട്ടുള്ള നിലപാടാണ്. ഏറ്റവും അവസാനം ആഴക്കടൽ തന്നെ വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടൊക്കെ സ്വീകരിക്കുമ്പം പ്രതിപക്ഷത്തിൻ്റെ ദൗത്യം നിർവഹിക്കാനുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അന്ന് അത്രയും ശക്തമായി എതിർക്കേണ്ടി വന്നത്. ഇനിയിപ്പോൾ ചോദിക്കുന്ന ചോദ്യം, ഇപ്പം 99 സീറ്റിൽ വന്നു, ആരും പ്രതീക്ഷിച്ചതല്ല അങ്ങനെ വന്നു. വന്നതിൻ്റെ കാരണങ്ങളൊക്കെ നമുക്കറിയാം. അതിപ്പോൾ രാഷ്ട്രീയ കാരണങ്ങളൊന്നുമല്ല, കോവിഡിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ വിജയം ഉണ്ടായതെന്നും ഇതൊരു മാനുഫാക്ചർ ചെയ്യപ്പെട്ട വിജയമായിരുന്നു എന്നൊക്കെ ഇപ്പോൾ ഒരു സമവായത്തിലേക്ക് ഇപ്പോൾ ആളുകൾ എത്തിയിട്ടുണ്ട് ഏതാണ്ട്. പക്ഷേ UDF എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകാൻ കഴിയുക? കാരണം അപ്പുറത്ത് നിൽക്കുന്നത് ഒരു VS അച്യുതാനന്ദനോ അല്ലെങ്കിൽ ഒരു നായനാരോ അല്ല. അപ്പുറത്ത് പിണറായി വിജയൻ നിൽക്കുന്നു. പിണറായി വിജയൻ എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കും. പിണറായി വിജയന് എല്ലാവരുടെയും പിന്തുണയുണ്ട്, സാമൂഹ്യ വിഭാഗങ്ങളുടെ പിന്തുണയുണ്ട്, പണക്കാരുടെ പിന്തുണയുണ്ട്, എല്ലാ വിഭാഗത്തിൻ്റെയും പിന്തുണയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പിണറായി വിജയൻ അപ്പുറത്ത് 99 സീറ്റുമായി നിൽക്കുന്നു. ഇപ്പുറത്ത് പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കുന്നത് സംബന്ധിച്ച് തന്നെ വിവാദമുണ്ടായി. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ 1 മാസം കഴിഞ്ഞിട്ടും ഇതുവരെ KPC പ്രസിഡന്റ് ആയിട്ടില്ല. എന്ന് KPC പ്രസിഡന്റ് ആകും എന്നുള്ളത് സംബന്ധിച്ചിട്ട് ഇപ്പോഴും ഒരു ഉറപ്പില്ല. മുസ്ലിം ലീഗിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ മുസ്ലിം ലീഗിനൊക്കെ തന്നെ വലിയ, അത് നമുക്ക് വേറെ ചർച്ച ചെയ്യണം, മുസ്ലിം ലീഗിനൊക്കെ തന്നെ വലിയ MLA-മാരുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടില്ലെങ്കിൽ അവരുടെ ബേസിനകത്ത് ഉണ്ടായി എന്നൊക്കെയുള്ള നിലയിലുള്ള ചർച്ചകളുണ്ട്. ചെറു ഘടകകക്ഷികളെല്ലാം അസ്വസ്ഥരാണ്. അപ്പോൾ ആ നിലയിൽ എങ്ങനെയാണ് പിണറായി വിജയനെ, നിങ്ങൾ എന്ത് മാറ്റം വരുത്തിയാണ് UDF പിണറായി വിജയനെതിരായിട്ട് നിൽക്കാൻ പോകുന്നതെന്നുള്ളത് സംബന്ധിച്ച് വലിയൊരു സംശയവും ആശങ്കയും പൊതുവിൽ ജനങ്ങൾക്കിടയിലുണ്ട്. എന്താണ് അങ്ങേക്ക് അതിനെക്കുറിച്ച് പറയാൻ? അതല്ല, UDF എന്ന് പറയുന്നത് ശക്തിപ്പെട്ടു വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അത് ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിൻ്റെ ഒരു ആഘാതം വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്റ്റേജാണത്. ആ സ്റ്റേജിനെ മറികടക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാൽ പിണറായി വിജയന് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് പ്രയാസകരമായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് അവരുടെ ആദ്യ ബഡ്ജറ്റ് തന്നെ, ഈ ബഡ്ജറ്റിൽ തന്നെ അവർ വീണ്ടും ഒരു സ്റ്റിമുലി പാക്കേജിനെ കുറിച്ച് പറയുന്നു. അതേപോലെ തന്നെ കണക്കും, അവസാനത്തെ കണക്കും ഇതിൽ പറഞ്ഞിട്ടുള്ള കണക്കും തമ്മിൽ ഒത്തുചേരുന്നില്ല. എന്നിട്ട് അവരതിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ ചിലവ് കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല, കടം വാങ്ങി ഞങ്ങൾ ഈ പ്രതിസന്ധിയെ ഇനിയും മറികടക്കും എന്നാണ്. അപ്പം കടം വാങ്ങുന്നതിന് ഒരു ലിമിറ്റുണ്ടല്ലോ. ആ ലിമിറ്റ് കഴിഞ്ഞാൽ ഈ ഗവൺമെൻറ്റിന് മുന്നോട്ട് ചലിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. സത്യത്തിൽ ഈ ഗവൺമെൻറ്റും മാറി UDF ആണ് വന്നിരുന്നെങ്കിൽ UDF ആദ്യം അഭിമുഖീകരിക്കേണ്ട ഏറ്റവും വലിയ പ്രശ്നം സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ്. ഇപ്പോൾ തന്നെ എക്കോണമി ആകെ തകർന്നിരിക്കുന്നൊരു സമയം, പ്രവാസികൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന സമയം. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം
ഈ വാചക കസർത്ത് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ ഇത് ഒരു വർഷം കൊണ്ട് ഇത് സ്റ്റാൻഡ് സ്റ്റില്ലാവുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കും. അല്ല, ഞാനതിനോട് യോജിക്കുന്നു. ഞാൻ പിണറായി വിജയൻ ഗവൺമെൻറ് പിന്നെ അങ്ങ് പറഞ്ഞ നിലയിൽ മാത്രമല്ല, പാർട്ടിയിലും പിണറായിക്ക് ഈ പറഞ്ഞ പോലെ ഒരു അപ്രമാദിത്വങ്ങൾ തുറന്നു പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ സമ്മേളനങ്ങൾ വരുന്നു, അതെല്ലാം ഞാൻ സമ്മതിച്ചു, അതിനകത്തെല്ലാം തർക്കമില്ല. ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് സർക്കാർ മാത്രമല്ല പാർട്ടിയിൽ തന്നെ പിണറായി വിജയൻ ഭീഷണി നേരിടും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. വീണ്ടും ചോദിക്കുന്നത് UDF കുറിച്ചിട്ടാണ്. UDF കുറിച്ച് അദ്ദേഹം അങ്ങ് പറയുന്നത് ഇത് തെരഞ്ഞെടുപ്പിൽ തോറ്റ ഒരു ആഘാതമാണ് എന്നുള്ളതാണ്. സ്വാഭാവികമാണ്, കാരണം ജയിക്കുമെന്ന് പറഞ്ഞിരുന്നവർ 41 സീറ്റിലേക്ക് വന്നു, അതൊരു വലിയ ആഘാതം തന്നെയാണ്. പക്ഷേ ആ ആഘാതം വന്നു എന്ന് പറയുമ്പോഴത്തേക്കും കോൺഗ്രസിനകത്ത് ഒരു സംഘടനയും ഇല്ലാത്ത ഒരു സംഘടനാ സംവിധാനം ഇല്ലാത്ത ഒരു സാഹചര്യം. ഇപ്പം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആണ് പ്രചരണം നടക്കുന്നത്. KPCCക്ക് അതാണ്, അതൊക്കെ വളരെ നെഗറ്റീവായിട്ടുള്ളൊരു ടെൻഡൻസി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഉമ്മൻചാണ്ടി, ചെന്നിത്തല പോലുള്ളവർ വെറും ഗ്രൂപ്പ് മാനേജർമാരാണെന്നുള്ള നിലയിൽ അവരെ ഇകഴ്ത്തുന്ന ഒരു രീതി അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കോൺഗ്രസിന് സംഘടനയില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്, നിങ്ങളെ എല്ലാ കാലത്തും നിങ്ങൾക്കൊരു ബുൾവർക്കായി നിന്നിരുന്ന 2 സാമൂഹിക വിഭാഗങ്ങൾ, ക്രിസ്ത്യാനികൾ ഏതാണ്ട് പൂർണ്ണമായും, മുസ്ലിം വിഭാഗത്തിൽ തന്നെ വലിയ തോതിലുള്ള ചോർച്ചയും ഉണ്ടായിരിക്കുന്നു. ഇത് ഒരു സുപ്രധാനമായ ഒരു പ്രശ്നമാണ് നിങ്ങൾ നേരിടുന്നത്. ഇങ്ങനൊരു പ്രതിസന്ധി നിങ്ങൾ ഇതുവരെ നേരിട്ടിട്ടില്ല. അതായത് ക്രിസ്ത്യാനികളും വലിയ തോതിൽ മുസ്ലിങ്ങളും ഇപ്പോൾ അങ്ങോട്ടേക്ക് മാറി നിൽക്കുന്നു. 1. 2, ഈ ക്രിസ്ത്യാനികളെയും ഈ മുസ്ലിങ്ങളെയും എന്ത് വില കൊടുത്തും എന്ത് വൃത്തികേട് കാണിച്ചും കൂടെ നിർത്തുന്ന ഒരു നേതാവ് അപ്പുറത്ത് നിൽക്കുന്നു. സ്വാഭാവികമായി ഇതെങ്ങനെയാണ് നിങ്ങൾ ഇതൊന്ന് തിരിച്ചു പിടിച്ച് നിങ്ങളുടെ ഒരു ബേസ് നിങ്ങൾക്ക് അതെങ്ങനെയാണ് നിങ്ങളെ കൊണ്ട് കഴിയുക? അല്ല, സത്യത്തിൽ ഈ പിണറായി വിജയൻ ഓരോ സാമൂഹ്യ വിഭാഗങ്ങളെയും കൂടെ നിർത്തിയപ്പോൾ, അല്ലെങ്കിൽ സാമുദായികമായി ജാതി അടിസ്ഥാനത്തിലൊക്കെ ആളുകളെ കൂടി നിർത്തിയപ്പോൾ അദ്ദേഹം ഉപയോഗിച്ചത് കുതന്ത്രങ്ങളാണ്. പക്ഷെ കുതന്ത്രങ്ങൾ എല്ലാ കാലത്തും നിലനിൽക്കില്ല. ഇപ്പോൾ ക്രിസ്തീയ സമൂഹത്തിന് പിന്നെ ഞങ്ങളുണ്ട് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവരെ കൂടെ നിർത്തി. ഇപ്പുറത്ത് മുസ്ലിം സമുദായത്തോട് പറഞ്ഞത് നിങ്ങളുടെ സംരക്ഷണം CAA പോലെയുള്ള കാര്യങ്ങളിൽ കടന്നാക്രമണം നടത്തി നിങ്ങൾക്ക് ഒരു സംരക്ഷകരായി നമ്മളുണ്ട് എന്ന് കാണിക്കുന്ന നിലപാട് സ്വീകരിച്ചു. എന്നാൽ ഇത് കുറച്ച് കഴിയുമ്പോൾ ഇപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു അത് ആരംഭിച്ചു കഴിഞ്ഞു. കൂടെ നിന്ന ന്യൂനപക്ഷത്തിന് ഇനി ഏത് രീതിയിലാണ് ഇപ്പോൾ 80-20 എന്ന് പറയുന്ന വിഷയത്തിൽ എങ്ങനെയാണ് അദ്ദേഹം അത് കൈകാര്യം ചെയ്യാൻ പോകുന്നത്? അപ്പോൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിനോട് അദ്ദേഹം കാണിച്ചത് കൃത്യമായിട്ടുള്ള ഒരു സ്നേഹമായിരുന്നില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ഇതിനു വേണ്ടി സത്യത്തിൽ ഈ കേസിൻ്റെ പിന്നിൽ തന്നെ ആരാണുള്ളത് എന്ന് പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. അപ്പോൾ ന്യൂനപക്ഷ സമൂഹത്തിനോട് ഇപ്പം ഈ സച്ചാർ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിട്ടുള്ള പാലോളി കമ്മിറ്റി അന്ന് എല്ലാ മുസ്ലിം നേതാക്കളെ മാത്രമാണ് കണ്ടിരുന്നത്. അദ്ദേഹം കോഴിക്കോട് സ്വപ്ന നഗരിയിൽ വലിയൊരു സമ്മേളനം വിളിച്ചു കൂട്ടി. ആ സമ്മേളനത്തിൽ മുസ്ലിം നേതാക്കളൊക്കെ പങ്കെടുത്തു വന്ന് അവിടെ ഒരു ഉച്ച സമയമായപ്പോൾ ളുഹർ നമസ്കാരത്തിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ വരെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവ് പാലോളി ചെയ്തു കൊടുക്കുകയൊക്കെ ഉണ്ടായി. പിന്നെ ഇതെങ്ങനെയാണ് സച്ചാർ കമ്മിറ്റി എന്ന് പറയുന്നത് ഇന്ത്യയിൽ മൻമോഹൻ സിംഗ് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ള, അല്ലെങ്കിൽ അവരുടെ എഡ്യൂക്കേഷണൽ സോഷ്യൽ ഇഷ്യൂസ് നോക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ കമ്മിറ്റി, അതിൻ്റെ റെക്കമെൻഡേഷൻസ് ഒൺലി ഫോർ മുസ്ലിംസ്, അങ്ങനെയുള്ളൊരു സാധനം ന്യൂനപക്ഷ സെല്ല് പോകുമ്പോൾ സ്വാഭാവികമായും ന്യൂനപക്ഷം എന്ന ഡെഫിനിഷൻ അത് നാഷണൽ പിന്നെ മൈനോറിറ്റി കമ്മീഷൻ ആക്ട് പ്രകാരം അതിൻ്റെ 2(9) വകുപ്പ് പ്രകാരവും കേരളത്തിലെ പിന്നെ മൈനോറിറ്റി കമ്മീഷൻ ആക്ടിലെ 9K പ്രകാരവും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ ഡെഫിനിഷനിൽ തീർച്ചയായും ഏത് കോടതിയിൽ ചെന്ന് കഴിഞ്ഞാലും മൈനോറിറ്റി ഡെഫിനിഷൻ അനുസരിച്ച് ജനസംഖ്യാനുപാതികമായി ആ സെൻസസ് റിപ്പോർട്ട് അനുസരിച്ച് ന്യൂനപക്ഷത്തിൻ്റെ ഡെഫിനിഷനിൽ വരുന്നവർക്കേ കിട്ടൂ. അപ്പം തന്നെ അവിടെ ഡൈല്യൂട്ട് ചെയ്യപ്പെട്ടു. അങ്ങനെ എന്നിട്ട് പോലും അദ്ദേഹം അന്ന് ചെയ്ത് 80-20 എന്ന് പറയുന്ന ഒരു റേഷ്യോ ഉണ്ടാക്കിയത്. ആ 20ക്ക് യാതൊരു പ്രസക്തിയുമില്ല. കാരണം അതിൽ ലാറ്റിൻ ക്രിസ്ത്യൻസും പരിവർത്തിത ക്രിസ്ത്യൻസും മാത്രമേ വരുന്നുള്ളൂ.
അപ്പോൾ മൈനോറിറ്റി എന്ന് പറയുന്നതിൽ ഡെഫിനിഷൻ ഇവരെങ്ങനെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഇവർ രണ്ട് മാത്രമാണ് എന്ന് തീരുമാനിച്ചതിൻ്റെയും കൂടി പ്രശ്നമാണ്. അതുകൊണ്ടാണ് കോടതി ചെന്ന് അന്വേഷിച്ചപ്പം കോടതി പറഞ്ഞത് മൈനോറിറ്റിയുടെ ഡെഫിനിഷനിൽ വരുന്നത് അവർക്ക് ആനുപാതികമായത് കിട്ടണം. അതുകൊണ്ട് ശരിക്കും ഇവർ ചെയ്യേണ്ടത് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് സച്ചാർ കമ്മിറ്റി ആനുകൂല്യം കിട്ടണമെങ്കിൽ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷന് വേണ്ടി വേറെ മെക്കാനിസം ഉണ്ടാക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത്.